കണ്ണടകളെ പറ്റി പറയുമ്പോൾ ലെൻസും ഫ്രെയിമും കൂടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ലെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. എൻ്റെ പേര് ഷെറിൻ ആൻ്റണി. വെൽക്കം ടു പാരഡൈസ് ഒപ്റ്റിക്സ്. കൂടുതൽ പേരും ഇന്നത്തെ കാലത്ത് ഫ്രെയിമാണ് സെലക്ഷൻ ചെയ്യാറുള്ളത്. ലെൻസിനെ പറ്റി ജസ്റ്റ് ഒപ്റ്റിക്കൽ ഷോപ്പിൽ വന്ന് അവരോട് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള ലെൻസ് അവർ ഓർഡർ ചെയ്യാണ് പതിവ്. നമ്മൾ ഒരു റേറ്റ് പറയുന്നു, അവർ അതനുസരിച്ച് ഓർഡർ ചെയ്യുന്നു. ഈ ലെൻസ് ഏത് തരത്തിലുള്ള ലെൻസുകളുണ്ട്, അതിൻ്റെ എന്താണ് ക്വാളിറ്റി, ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസ് ചെയ്ത ലെൻസ് വേണം. പറഞ്ഞ പോലെ ഏത് നേരം ട്രാവലിംഗ് ആയിരിക്കും, അതിന് അടിസ്ഥാനത്തിനുള്ള ലെൻസ് വേണം. IT ഫീൽഡിലുള്ളവർക്ക് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരിക്കും, അപ്പോൾ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത ലെൻസ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് അവർക്ക് പറ്റിയ സ്പെഷ്യലൈസ്ഡുള്ള ലെൻസുകൾ. അത് നിലവിൽ പ്രീമിയം ബ്രാൻഡഡ് എന്നുള്ള ഒരു റേഞ്ചിലുള്ള ലെൻസുകളുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡഡ് ലെൻസുകളുണ്ട്. അതുപോലെ തന്നെ നോൺ ബ്രാൻഡഡ് ലെൻസുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. 50 കൂടുതൽ ലെൻസ് കമ്പനികൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. കുറച്ച് പേരെങ്കിലും പവർ ഉണ്ടായിട്ട് ഇന്നത്തെ കാലത്ത് കണ്ണട വയ്ക്കുന്നില്ല. അത് വളരെയധികം ദോഷം ചെയ്യും. അവർക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അവബോധമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ വായിക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് നമ്മൾ വായിക്കേണ്ടി വരും. പക്ഷെ കണ്ണട വയ്ക്കുമ്പോൾ എന്തുണ്ടാവുന്നത്, നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും, നല്ല കംഫർട്ടായിരിക്കും. അപ്പം സ്ട്രെസ് ചെയ്യുമ്പോൾ നമ്മുടെ പവർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. പ്രോഗ്രസീവ് ലെൻസൊക്കെ എടുക്കണവർ നമ്മൾ നോൺ ബ്രാൻഡഡ് എടുക്കുമ്പോൾ നമ്മളുടെ റീഡിങ് ഏരിയ വളരെ നാരോ ആയിരിക്കും. പക്ഷെ അത് നല്ല ക്വാളിറ്റിയും ബ്രാൻഡഡ് കൂടുന്തോറും അവിടെ ഏരിയ വൈഡ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും. സ്ട്രെയിൻ അധികം ചെയ്യേണ്ട വരില്ല, നമുക്ക് ക്ഷീണം കൂടുതൽ തോന്നിക്കില്ല. ജോബാണെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. ക്വാളിറ്റിയുള്ള ലെൻസുകൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അഡോപ്റ്റേഷൻ നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു ബോംബെയിൽ. അവിടെ പോയപ്പോൾ ഞാനൊരു 4 ഷർട്ട് 2 പാൻറ് എടുത്തു. അത് ബ്രാൻഡഡ് അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതിലാകെ ഒരു ഷർട്ടാണ് എനിക്ക് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. വാഷ് ചെയ്തപ്പോൾ ഭയങ്കര ടൈറ്റായി. അപ്പം നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഷർട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ലോങ് ആയ പീരീഡ് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ 5-6 കൊല്ലം വരെ ഒരു ഷർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഷർട്ടിനെ പോലെ അല്ലെങ്കിലും നമ്മൾ നല്ല ഒരു ഹൈ ക്വാളിറ്റി ലെൻസുകൾ എടുക്കുകയാണെങ്കിൽ ചിലർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് 4 കൊല്ലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന്. ഇന്ന് നമുക്ക് നിലവിൽ AI ടെക്നോളജി ആയിട്ടുള്ള ലെൻസുകൾ അവൈലബിൾ ഉണ്ട്. ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള ലെൻസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫാറിലേക്ക് നോക്കുന്നതും നിയർ നോക്കുന്നതും പെട്ടെന്ന് അഡോപ്റ്റേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രാൻഡഡ് ലെൻസുകളൊക്കെ നമുക്ക് മിനിമം 1 ഇയർ അവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോട്ടിങ് ഇഷ്യൂ വരികയാണെങ്കിൽ അവർ റീകോട്ടിങ് ചെയ്ത് നമുക്ക് തരും. പ്രത്യേകിച്ച് സെയിൽസിൽ, സിവിലിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് ഡേ നൈറ്റ്. ചില ലെൻസുകളിൽ പേര് ഡേ നൈറ്റ് എന്നുണ്ടാവും, ട്രാൻസിഷൻ എന്നുണ്ടാവും, ഫോട്ടോക്രോം എന്ന് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പേരുകൾ ഡേ നൈറ്റിന്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് ഡേ നൈറ്റ് എന്നാണെങ്കിലും ഓരോ ലെൻസുകളിൽ വേറെ വേറെ പേരുകളായിരിക്കും കൂടുതൽ കാണുക. ലെൻസുകൾ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് അൺകോട്ട് ലെൻസുകൾ വരും. അതിന് മുകളിലൊരു ഹാർഡ് കോട്ട് ഉണ്ടാവും. ചില ലെൻസുകളിൽ ആൻറ്റി ഗ്ലെയർ കോട്ടിങ് ഉണ്ടാവും. അത് ഈ ഗ്ലെയറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് UV പ്രൊട്ടക്ഷൻ ഉണ്ടാവും. സണ്ണിൽ നിന്ന് വരുന്ന റേസ് കുറയ്ക്കുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ചെയ്യുന്ന കോട്ടിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡസ്റ്റിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മഴയത്തൊക്കെ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ നമ്മുടെ കണ്ണടയിലേക്ക് ലെൻസിലേക്ക് ഇത് വരുമ്പോൾ അതിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന കോട്ടിങ് അതിലുണ്ടാവും. അതുപോലെ തന്നെ സ്മഡ്ജ് റെസിസ്റ്റൻ്റ്, നമ്മുടെ കൈവിരലൊക്കെ വെക്കുമ്പോൾ ആ ലെൻസിൽ ആ പാട് പെട്ടെന്ന് ഞങ്ങൾ അതിലേക്ക് തെളിയില്ല. ഫോഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലെൻസുകൾ അവൈലബിൾ ഉണ്ട്. അത് ആകെ വന്നിരിക്കുന്നത് SLR മാത്രമാണ്. നമ്മൾ മാസ്ക് വെക്കുമ്പോൾ നമ്മളിങ്ങനെ കാറ്റൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു വേപ്പർ ഉണ്ടാവും ലെൻസുമ്മ. അതുപോലെ ചായ കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാറിലിരുന്ന് AC ഇട്ട് പോകുമ്പോൾ ലെൻസുമ്മ ചെറിയൊരു വേപ്പർ അത് കാണും. അത്
ഈ ഈ പറഞ്ഞ ലെൻസ് എസ്എൽആറിൻ്റെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഇത് തടയുന്നതായിരിക്കും. നൈറ്റ് വിഷൻ ലെൻസിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ രാത്രി ടൈമിൽ പെട്ടെന്ന് ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു നൈറ്റ് വിഷൻ്റെ ഒരു കോട്ടിങ് ലെൻസിൽ ഉണ്ടാവും. മിറർ കോട്ടിങ് ലെൻസുകൾ, ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള കോട്ടിംഗ് ഉള്ള ലെൻസുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നു ലെൻസിൽ ടിൻറ്റ്, ചെറിയൊരു ലൈറ്റ് കളറ്, ബ്ലൂയിഷ് കളറ്. അതായത് ആ കളറ് പെർമനൻ്റ് ആയിരിക്കും, ഡേ നൈറ്റ് പോലെ ഒന്നും കളറുകൾ മാറില്ല. അങ്ങനത്തെ കോട്ടിങ്ങും കൂടി യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ബ്ലൂ ഫിൽറ്റർ അല്ലെങ്കിൽ ബ്ലൂ പ്രൊട്ടക്ഷൻ ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടി വി, മൊബൈല്, അവിടെ നിന്ന് വരുന്ന ഈ ഹാംഫുൾ റേസുള്ള റേസുകൾ കട്ടാവും. അപ്പോൾ നമുക്ക് കണ്ണിന് കൂടുതൽ നന്നായിരിക്കും, നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ട വരില്ല, കൂടുതൽ ഡാമേജ് ആവില്ല, നമുക്ക് ക്ഷീണം തോന്നില്ല കണ്ണുകൾക്ക്. ഈ പറഞ്ഞ ലെൻസുകളുടെ ഫങ്ഷൻ നമ്മുടെ ഓരോ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അത് ഓരോരുത്തർക്ക് അത് അവരവരുടെ ജോബ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വർക്ക് അനുസരിച്ച് ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്തുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയി അവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അവരായിട്ട് കൺസൾട്ട് ചെയ്യാം. ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ അവിടേക്ക് വരാം. നിങ്ങൾക്ക് പരമാവധി ഇതുപോലുള്ള സേവനങ്ങളും ലെൻസിനെ പറ്റി കൂടുതൽ ഐഡിയകളും ഡീറ്റെയിലുകളും തരുന്നതായിരിക്കും. പ്രീമിയം റേഞ്ചിലുള്ള ലെൻസുകൾ ഏകദേശം ഒരു 10,000 മുതൽ ഒരു 15,000 റേഞ്ചിൽ നമുക്കൊരു ഇതും കിട്ടും. ഒരുപാട് റേറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ലെൻസുകൾ ഈ റേഞ്ചിൽ കിട്ടും. ഒരു മീഡിയം ലെവലുള്ള ബ്രാൻഡഡ് ലെൻസുകൾ ഒരു 4,000 തൊട്ട് 6,000 ആ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെ ലെൻസുകളാണ് അവൈലബിൾ ആണെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലർ 3-4 കൊല്ലമൊക്കെ ലെൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫ്രെയിം പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലെൻസുകൾ തന്നെ നമുക്ക് മറ്റു ഫ്രെയിമുകൾ ഇടാൻ പറ്റും. അതായത് ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ലെൻസിൻ്റെ സൈസ് ആ സെയിം ഫ്രെയിമിലേക്ക്, ആ സൈസിലുള്ള ഫ്രെയിമിലേക്ക് ഇടാം. അല്ലെങ്കിൽ ചെറിയ ഫ്രെയിമിൽ ആ ലെൻസ് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ആ സൂട്ടബിളായ രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും. എപ്പോഴും നമ്മുടെ കയ്യിലൊരു തരക്കേടില്ലാത്ത ബ്രാൻഡ് ലെൻസ് നമ്മുടെ കണ്ണട വേണം. അതുപോലെ തന്നെ ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലെൻസും വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ വണ്ടിയിലായാലും പെട്ടെന്നൊരു ടയറ് ക്രാക്കായി പഞ്ചറായി, നമുക്ക് അവിടെ സ്പെയർ ടയർ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വെക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇവിടെ 1-2 കസ്റ്റമർ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ റീഡിങ് ഗ്ലാസ്സാണ് അവർക്കുള്ളത്, പവർ. ആ റീഡിങ് പവറിൽ തന്നെ അവർ ലോങ് ഡിസ്റ്റൻസിലേക്ക് കൂടി നോക്കുന്നുണ്ട്. അത് കൂടുതൽ നമ്മുടെ കണ്ണിനെ ഡാമേജ് ആക്കും, പവർ ഇൻക്രീസ് ആവും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം 10,000 ഒരു റേബാൻ്റെ ഫ്രെയിമാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ ഇരുന്നത് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലെൻസായിരുന്നു. അപ്പം നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ലെൻസ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ മേടിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കണ്ണിന് കൂടുതൽ കാഴ്ച കാണാനും നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 80-90 വയസ്സാകുമ്പോൾ ചിലവർ പറയും എൻ്റെ കണ്ണിന് ഇരുട്ടായി തുടങ്ങി, കുറച്ചും കൂടിയും ബ്ലൈൻഡ്നെസ് ഫീൽ ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ നിലയിൽ നമ്മൾ ഒരുവിധം മീഡിയം ലെവലുള്ള ലെൻസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വയസ്സാവുമ്പോഴും നമുക്ക് നല്ലൊരു കാഴ്ച തിരക്കില്ലാണ്ട് കാണാൻ പറ്റും. ഏർലി സ്റ്റേജിൽ തിമിരം വരുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ തടയുന്നുണ്ടെങ്കിൽ യു വി പ്രൊട്ടക്ഷനുള്ള ലെൻസുകളൊക്കെ ഇടുമ്പോൾ അത് ഏർലി സ്റ്റേജിൽ വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. ഒരുവിധം ബ്രാൻഡഡ് ലെൻസിലൊക്കെ ക്രിസാൽ എന്ന് പറഞ്ഞ കോട്ടിങ്ങാണ് വരുന്നത്. അവർ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. കണ്ണുകൾ നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരം നിങ്ങൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഓഫീസിലിരുന്നോ അത് ഒരു എക്സസൈസ് നമ്മൾ ഈ കൈയുടെ ഈ വിരൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ അകലേക്കും അതുപോലെ തന്നെ അടുത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കണ്ണ് അതനുസരിച്ച് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. നമ്മുടെ കണ്ണ് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഞാൻ കാണിച്ചു തരാം.
നമ്മുടെ കണ്ണ് മുകളിലേക്കും അടിയിലേക്കും 2 സൈഡുകളിലേക്കും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം അടച്ചു പിടിക്കുക, പിന്നെ തുറക്കുക, കുറച്ച് നേരം അടച്ചു പിടിക്കുക, തുറക്കുക. പിന്നെ അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും. ഒരു അരമണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നേരം കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് കൂടുതൽ കാഴ്ചയും അതുപോലെ നമ്മുടെ പവർ കൂടുതൽ കൂടാണ്ടിരിക്കാനും ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അടുത്തുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൽ നിങ്ങൾ ഇയർലി ചെന്ന് നിങ്ങളുടെ കണ്ണ് പരിശോധിക്കുക. എല്ലാ ഒപ്റ്റിക്കൽ ഷോപ്പിലും കണ്ണ് ചെക്കിങ് ഫ്രീ ആയിരിക്കും. നമ്മുടെ ഷോപ്പിലും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും കൂടിയും ഈ അറിവുകൾ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ഓരോ ബ്രാൻഡ് ലെൻസിനെ പറ്റിയായിരിക്കും, അതിൻ്റെ എമൗണ്ടുകളായിരിക്കും പറയാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദി വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ.